ആഫ്രിക്കയിലെ താൻസാനിയയിലും കെനിയയിലും മാത്രം മുൻപുണ്ടായിരുന്ന പിന്നീട് ലോകത്തിന്റെ പല കോണിലേക്കും എത്തിപ്പെട്ട ഒരു അപകടം തന്നെയാണ് ആഫ്രിക്കൻ ഒച്ചുകൾ. ഇപ്പോൾ ഇവർ നമ്മുടെ കൊച്ചു കേരളത്തിലേക്കും എത്തുകയും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പെറ്റുപെരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെടികളെയും സസ്യങ്ങളെയും എല്ലാം കാർന്നു തിന്ന് നമ്മുടെ എക്കോസിസ്റ്റം തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇൻവേസീവ് സ്പീഷീസ് നമ്മൾ മനുഷ്യരിലേക്കും വളരെ അപകടകാരിയായ അസുഖങ്ങൾ പരത്താറുണ്ട്. ഏകദേശം ഒരു മനുഷ്യന്റെ കൈപ്പത്തിയേക്കാൾ വലിപ്പം വയ്ക്കുന്ന ഈ ആഫ്രിക്കൻ ജയന്റ് സ്നേലുകൾ ഏതൊരു നാട്ടിലെത്തിയാലും അവിടുത്തെ വിളകൾ നശിപ്പിക്കുകയും ആ രാജ്യത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ താറുമാറാക്കാനും ആരംഭിച്ചു എന്ന് മാത്രവുമല്ല, പരിസ്ഥിതിയിൽ വരെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ആ രാജ്യത്തെ നാറ്റീവ് സ്പീഷീസുകളെ നശിപ്പിക്കാനും തുടങ്ങി. ആഫ്രിക്കൻ നാറ്റീവ് സ്പീഷീസായ ഈ ഒച്ചുകളെ ചിലർ അവരുടെ രാജ്യങ്ങളിൽ എത്തിക്കുകയും പിന്നീട് അവർ അവിടെ പെറ്റുപെരുകിയതാവാമെന്നും അല്ലെങ്കിൽ പല രീതിയിലുള്ള ചരക്കുകൾ രാജ്യങ്ങൾ തമ്മിൽ കൈമാറുമ്പോൾ അതിനിടയിൽ പെട്ട് ഈ ഒച്ചുകൾ പല സ്ഥലങ്ങളിലേക്കും എത്തിയതാവാമെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലേക്ക് ആദ്യമായി ഇവ വന്നിട്ടുണ്ടാവുക കോളനിവൽക്കരണത്തിന്റെ സമയത്ത് ഇന്ത്യ ആഫ്രിക്കയുമായി നടത്തിയ ചരക്ക് കൈമാറ്റത്തിലൂടെയായിരിക്കാം. പിന്നീട് ഇവിടുത്തെ കാലാവസ്ഥ ഈ ഒച്ചുകൾക്ക് അനുയോജ്യമായതുകൊണ്ടും ഇന്ത്യയിൽ ഇവർക്ക് പ്രിഡേറ്റേഴ്സ് വളരെ കുറവായതുകൊണ്ടും ഇവരുടെ റീപ്രൊഡക്ഷൻ വളരെ കൂടിയ നിരക്കിലായതുകൊണ്ടുമെല്ലാം ഇവ നമ്മുടെ നാട്ടിൽ വലിയൊരു വിപത്തായി മാറുകയായിരുന്നു. ഈ ഒച്ചുകൾ എലികളിലേക്ക് റാറ്റ് ലങ്വോം ഡിസീസ് എന്നൊരു അസുഖം പരത്താറുണ്ട്. സാധാരണയായും എലികൾ ഇൻഫെക്റ്റഡ് ആയ ഒച്ചിനെ ഭക്ഷിക്കുകയും അതിലൂടെ എലിയുടെ ശരീരത്തിലേക്ക് എത്തുന്ന റൗണ്ട് വോം പാരസൈറ്റുകൾ എലിയുടെ ആർട്ടറികളിൽ താമസിച്ച് അവിടെ മുട്ടയിടും. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവകൾ എലിയുടെ ഫാരിങ്സിലെത്തുകയും അവിടെ നിന്ന് പിന്നീട് ആമാശയത്തിലെത്തി എലിയുടെ വിസർജ്യത്തിലൂടെ പുറത്തെത്തുകയും ചെയ്യും. ഈ ലാർവകൾ അടങ്ങിയ വിസർജ്യ വസ്തുക്കൾ ഒച്ചുകൾ ആഹാരമാക്കുകയും അവരിലേക്ക് ഇൻഫെക്ഷൻ ബാധിക്കുകയും വീണ്ടും ആ ഇൻഫെക്ഷൻ ബാധിച്ച ഒച്ചിനെ എലി ഭക്ഷിക്കുകയും ഈ സൈക്കിൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിനിടയിൽ ഇൻഫെക്റ്റഡ് ആയ ഒച്ചിനെ മനുഷ്യൻ ഭക്ഷിക്കുകയാണെങ്കിൽ ഈ പാരസൈറ്റുകൾ മനുഷ്യന്റെ തലച്ചോറിനെ ബാധിക്കാനും ഇസിനോഫിലിക് മെനിഞ്ചൈറ്റിസ് എന്ന അസുഖത്തിന് കാരണമാകാനും സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും പേടിപ്പെടുത്തുന്ന വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ ഒച്ചുകളെ ഭക്ഷിക്കാതെയും ഈ അസുഖം വരാൻ സാധ്യതയുണ്ട് എന്നതാണ്. ഈ ആഫ്രിക്കൻ ഒച്ചുകളെ തൊടുന്നതിലൂടെയും ഇവ കയറിയ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നതിലൂടെയും ഈ ഇൻഫെക്ഷൻ നമ്മളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയെടുത്ത് ഉപയോഗിക്കുന്നതിലൂടെയും ഭക്ഷണം വേവിച്ച് കഴിക്കുന്നതിലൂടെയും ഈ പ്രശ്നം നമുക്ക് തടയാൻ സാധിക്കും. ഈ അധിനിവേശ ജീവികൾക്ക് ഒറ്റ ക്ലച്ചിൽ തന്നെ 1000 മുട്ട വരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇതിന്റെ വലുപ്പമുള്ള പുറന്തോടിന് കാൽസ്യം ധാരാളമായി ആവശ്യമുണ്ട്. പക്ഷെ ഇവ കയറിക്കൂടിയ സ്ഥലങ്ങളിലെല്ലാം ഈ കാൽസ്യം ഇവർക്ക് മണ്ണിൽ നിന്നോ സസ്യങ്ങളിൽ നിന്നോ ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ എല്ലാം വീടിന്റെ ചുമരിൽ പറ്റിപ്പിടിച്ച് നിന്ന് സിമന്റിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം ഭക്ഷിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഈ ഒച്ചുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർക്ക് ഒരൊച്ചിന് തന്നെ മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സെൽഫ് റീപ്രൊഡക്ഷൻ ഇവർക്ക് സാധ്യമാകും. അതിനാൽ ഈ ഒച്ചുകളിൽ ഒന്ന് മാത്രം എവിടെയെങ്കിലും എത്തിയാൽ അവയ്ക്ക് അവിടെ പെറ്റുപെരുകാനും ഒരു കോളനി തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇങ്ങനെ പെരുകുന്ന ഇവയെ സാധാരണയായും ഉപ്പ് വിതറി നശിപ്പിക്കാറാണ് പതിവ്. പക്ഷേ കൂടുതലായി ഉപ്പ് വിതറുന്നതിലൂടെ നമ്മുടെ മണ്ണിനെയും അതിൽ നമുക്ക് ആവശ്യമായ ജീവികളെയും നശിപ്പിക്കാൻ കാരണമാകാറുണ്ട്. ഉപദ്രവങ്ങളുടെ എണ്ണം വലിയൊരു നിരയാണെങ്കിലും ഈ ഒച്ചുകളെ മനുഷ്യർ ഭക്ഷിക്കാനും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാനുമെല്ലാം ഉപയോഗിക്കാറുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനം തന്നെയായിരിക്കും.